പപ്പടം വിഷവെച്ച ആ ആട്ടിൻ കർഷകനോട് ഞാൻ ചോദിച്ചു, നിങ്ങളെ MLA കണ്ടിട്ടുണ്ടോ? അപ്പം അദ്ദേഹം പറഞ്ഞു, ഒരു തവണ അങ്ങ് ദൂരേക്ക് വിരൽ ചൂണ്ടിയിട്ട് പറഞ്ഞു, ഒരു തവണ അവിടെ വന്ന് കണ്ടിട്ടുണ്ട്, പേരറിയില്ല. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് നിങ്ങളുടെ MBA അറിയാമോ? അദ്ദേഹത്തിന് MBA അറിയില്ല. MBA എന്നുള്ള പേര് തന്നെ അവർക്ക് പരിചിതമല്ല. അദ്ദേഹത്തിന്റെ പേരറിയില്ല, അദ്ദേഹം ഏത് പാർട്ടിക്കാരനാണെന്ന് അറിയില്ല. അടുത്ത ആഴ്ച നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആരാണ് ഇവിടെ മത്സരിക്കാൻ പോകുന്നത്? ആ പാവം കർഷകർക്ക് അതറിയില്ല, ഏതൊക്കെ പാർട്ടികൾ അവിടെ ഉണ്ടെന്ന് അറിയില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് വോട്ട് ചെയ്യാൻ പോകുന്നത്? അത് വോട്ടെടുപ്പിന് 2 ദിവസം മുമ്പ് സർപഞ്ച് ഞങ്ങളെ വിളിച്ചു കൂട്ടും. സർപഞ്ച് ആ ഗ്രാമത്തിലെ തലവനാണല്ലോ, ഗ്രാമത്തലവനാണല്ലോ. 2 ദിവസം മുമ്പ് സർപഞ്ച് വിളിച്ചു കൂട്ടും, കർഷകരെ മുഴുവൻ അല്ലെങ്കിൽ ആ ഗ്രാമവാസികളെ മുഴുവൻ വിളിച്ചു കൂട്ടും. എന്നിട്ട് സർപഞ്ച് ഒരു ഉത്തരവ് നൽകി, ഇന്ന ദിവസം പോളിംഗിന് അന്ന് രാവിലെ 7 മണിക്ക് നിങ്ങളുടെ ഗ്രാമക്കവലയിൽ ഒരു ലോറി വരും, അല്ലെങ്കിൽ പെട്ടിയാട്ടോ വരും, അല്ലെങ്കിൽ കാളവണ്ടി വരും, നിങ്ങൾ അതിൽ കയറിക്കൊള്ളണം. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോളിംഗ് ബൂത്തിലേക്ക് പോകണം. ഞാൻ പറയുന്ന പേരിലേക്ക് വോട്ട് കുത്തണം. ഇതാണ് ഒരു ജനതയുടെ അവരിൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്ന ജനാധിപത്യ ബോധം. സ്വന്തമായി തീരുമാനമെടുക്കാൻ പ്രാപ്തിയില്ലാത്ത, സ്വന്തമായി ചിന്തിക്കാൻ ശേഷി കൊടുക്കാത്ത ഒരു വിഭാഗത്തിന് മേൽ ആ ഗ്രാമത്തിന്റെ മുഖ്യൻ സർപഞ്ച് കൽപ്പിക്കുകയാണ്, ഞാൻ പറയുന്നു ഇവിടെ വോട്ട് കൊടുത്തു. നമ്മൾ അഭിമാനിക്കുന്ന ജനാധിപത്യത്തിന്റെ ഒരു വ്യത്യസ്തമായ ഒരു മുഖം കണ്ട ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ പറയുകയാണ്, നമ്മുടെ ജനാധിപത്യം ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ജനാധിപത്യം അത്ര ശുഭകരമല്ല.